കാർഷിക വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷം രൂക്ഷമാകുന്നതിനിടെ ഇന്ത്യയുടെ തേയില കയറ്റുമതി മേഖലയ്ക്ക് ആശങ്ക. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള കയറ്റുമതിയിൽ വലിയ പങ്ക് വഹിക്കുന്ന മിഡിൽ ഈസ്റ്റ് വിപണികളിലേക്ക് ചരക്കുകൾ എത്തിക്കുന്നതിൽ കടുത്ത തടസ്സങ്ങളാണ് നേരിടുന്നത്. പശ്ചിമേഷ്യയിലെ യുദ്ധഭീഷണി ഇന്ത്യൻ തേയില കയറ്റുമതിയെ പ്രതിസന്ധിയിലാഴ്ത്തുകയാണ്. ഇന്ത്യയുടെ മൊത്തം തേയില കയറ്റുമതിയുടെ 45 മുതൽ 50% വരെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കാണ് എത്തുന്നത്. ഇറാൻ, ഇറാഖ്, UAE, സൗദി അറേബ്യ എന്നിവ പ്രധാന വിപണികളാണ്. ഇറാനുമായുള്ള വ്യാപാര ബന്ധം ഇപ്പോൾ നിലച്ച നിലയിലാണ്. കടൽ വിമാന ഗതാഗത നിയന്ത്രണങ്ങൾ കാരണം ഷിപ്മെന്റുകൾ വൈകുകയാണ്. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് കടലിടുക്ക് അടച്ചുപൂട്ടിയാൽ സ്ഥിതി കൂടുതൽ ഗുരുതരമാകുമെന്ന മുന്നറിയിപ്പും ഉയരുന്നു. സംഘർഷം 1 മാസം കൂടി നീണ്ടാൽ കയറ്റുമതിയിലും വിലയിലും ഗൗരവമായി ബാധിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഹോർമുസ് കടലിടുക്ക് അടഞ്ഞാൽ കപ്പലുകൾക്ക് ഗുഡ് ഹോപ്പ് കേപ്പിലൂടെ വഴിതിരിയേണ്ടി വരും. ഇത് 3500 നോട്ടിക്കൽ മൈൽ അധിക ദൂരം സഞ്ചരിക്കേണ്ടി വരികയും 25 ദിവസത്തിലധികം കപ്പലെത്താൻ വൈകുകയും ചെയ്യും. കൂടാതെ 40% വരെ അധിക ചരക്ക് ചെലവുണ്ടാക്കാൻ ഇടയാക്കും. ഇതിനൊപ്പം കൊച്ചിയിലെ ലേലങ്ങളിൽ മിഡിൽ ഈസ്റ്റ് വാങ്ങൽ കുറയ്ക്കാനും സാധ്യതയുണ്ട്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. പശ്ചിമേഷ്യയിലെ യുദ്ധം രൂക്ഷമായതോടെ കേരളത്തിന്റെ പഴം പച്ചക്കറി കയറ്റുമതി മേഖല കടുത്ത പ്രതിസന്ധിയിലേക്ക്. ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ താറുമാറായതോടെ നെടുമ്പാശ്ശേരിയിലെയും കോഴിക്കോട് വിമാനത്താവളത്തിലെയും കാർഗോ ടെർമിനലുകളിൽ ടൺ കണക്കിന് പഴം പച്ചക്കറികളാണ് കെട്ടിക്കിടക്കുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സാധാരണയായി ഓരോ മാസവും 1600 ടൺ വരെ പഴം പച്ചക്കറികൾ ഗൾഫ് രാജ്യങ്ങളിലേക്ക് കയറ്റുമതി ചെയ്യാറുണ്ട്. കാലിക്കറ്റ് അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് 1100 മുതൽ 1300 ടൺ വരെയും കയറ്റുമതി നടക്കുന്നു. എന്നാൽ വിമാന സർവീസുകൾ തടസ്സപ്പെട്ടതോടെ കാർഗോ ടെർമിനലുകളിൽ ചരക്കുകൾ കെട്ടിക്കിടക്കുകയാണ്. സൗദി അറേബ്യ, ഖത്തർ, UAE എന്നിവയുൾപ്പെടെയുള്ള ഗൾഫ് രാജ്യങ്ങൾ താൽക്കാലികമായി കയറ്റുമതി നിർത്തിവെക്കാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഈ സാമ്പത്തിക വർഷം ഏപ്രിൽ മുതൽ ഡിസംബർ വരെ 9 മാസ കാലയളവിൽ UAE-യിലേക്ക് 1806.82 കോടി രൂപയുടെയും സൗദി അറേബ്യയിലേക്ക് 283.69 കോടി രൂപയുടെയും പഴം പച്ചക്കറികളാണ് കേരളത്തിൽ നിന്ന് കയറ്റുമതി ചെയ്യുന്നത്. റംസാൻ മാസമായതിനാൽ കയറ്റുമതിയിൽ വൻ വർധന പ്രതീക്ഷിച്ചിരുന്ന സമയത്താണ് ഈ പ്രതിസന്ധി. യൂറോപ്പിലേക്കുള്ള പഴം പച്ചക്കറി കാർഗോകൾ ഖത്തർ, UAE എന്നീ രാജ്യങ്ങൾ വഴിയാണ് കടന്നുപോകുന്നത്. തൽക്കാലം ഇത്തരം കയറ്റുമതികൾ നിർത്തിവയ്ക്കണമെന്ന് ഖത്തർ എയർവേസും ഫ്ലൈ എമിറേറ്റ്സും കയറ്റുമതിക്കാരോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. കയറ്റുമതിക്കായി മാത്രം കൃഷി ചെയ്യുന്ന കർഷകർ ഇപ്പോൾ വലിയ പ്രതിസന്ധിയിലാണ്. പ്രാദേശിക വിപണിയിൽ കുറഞ്ഞ വിലയ്ക്ക് ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കേണ്ട അവസ്ഥയാണ്. എളുപ്പത്തിൽ കേടാകുന്ന ഉൽപ്പന്നങ്ങളായതിനാൽ നീണ്ടുനിൽക്കുന്ന സംഘർഷം കർഷകരെയും കയറ്റുമതിക്കാരെയും വൻ നഷ്ടത്തിലേക്ക് തള്ളിവിടുമെന്ന ആശങ്ക ശക്തമാണ്. വിഷു കയറ്റുമതിയും അപകടത്തിലാണ്. സംഘർഷം നീണ്ടുനിൽക്കുകയാണെങ്കിൽ കാർഷിക മേഖലയ്ക്ക് വലിയ ആഘാതമുണ്ടാകുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കാലാവസ്ഥാ വ്യതിയാനവും വിപണി അനിശ്ചിതത്വവും നേരിടുന്ന സാഹചര്യത്തിൽ കർഷകരുടെ ആത്മവിശ്വാസം ഉറപ്പാക്കാൻ സംസ്ഥാന സർക്കാർ കേര സമഗ്ര കാർഷിക പദ്ധതി ആരംഭിച്ചു. 2595 കോടി രൂപയുടെ ലോകബാങ്ക് പിന്തുണയുള്ള പദ്ധതിയുടെ സംസ്ഥാനതല ഉദ്ഘാടനം കൃഷിമന്ത്രി P. പ്രസാദ് ചേർത്തലയിൽ നിർവഹിച്ചു. കാലാവസ്ഥാ വ്യതിയാനം വെല്ലുവിളികൾക്ക് മുൻപിൽ കർഷകരെ ശക്തിപ്പെടുത്തുകയാണ് കേര പദ്ധതിയുടെ ലക്ഷ്യമെന്ന് മന്ത്രി P. പ്രസാദ് പറഞ്ഞു. 40 വർഷങ്ങൾക്ക് ശേഷം കാർഷിക മേഖലയ്ക്കായി മാത്രം ലോകബാങ്ക് പിന്തുണയോടെ 2595 കോടി രൂപയുടെ സമഗ്ര പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുന്നതായും അദ്ദേഹം വ്യക്തമാക്കി. നെൽകൃഷിക്കായി 336 കോടി രൂപയും കാപ്പി, റബ്ബർ, ഏലം കർഷകർക്കുള്ള പ്രത്യേക പിന്തുണയും പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വിളവെടുപ്പാനന്തര നഷ്ടം കുറയ്ക്കാനും സാങ്കേതികവിദ്യയും വിജ്ഞാനവും ഉറപ്പാക്കാനുമുള്ള സംവിധാനങ്ങൾ പദ്ധതിയിൽ സജ്ജമാണ്. തരിശുഭൂമികൾ കൃഷിയോഗ്യമാക്കാനുള്ള നവോത്ഥൻ പദ്ധതിക്കും തുടക്കം കുറിച്ചു. സംസ്ഥാനത്തെ ആദ്യ കർഷക ഉൽപാദക വിപണന സഖ്യത്തിനായുള്ള കരാറുകളും ചടങ്ങിൽ ഒപ്പുവെച്ചു. കേരളത്തിന്റെ കാർഷിക ചരിത്രത്തിന് പുതിയ ദിശാബോധം നൽകുന്ന പദ്ധതി എന്ന നിലയിൽ കേര പദ്ധതി വിലയിരുത്തപ്പെടുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.